ആ നേഹ, വർക്കിലാണോ? ഏ വർക്കിലാണോ? ആ ആ ഉം. ഇഷാൻ ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താ പിന്നെ പെട്ടോ? പെട്ടിട്ടൊന്നുമില്ല. ഇല്ല. ഇല്ല. വേറെ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. ആ. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആ. ടെൻഷൻ ഷസ്ല, നിന്നെ ജിയം വിളിക്കുന്നുണ്ട്. ആ താങ്ക്സ്. ഓക്കെ. ഞാൻ കൊടുത്ത പ്രൊജക്ട് സാങ്ഷൻ ആയിട്ടോ? ആണോ? കൺഗ്രാറ്റ്സ് മോനെ. എന്നാ നമുക്കൊന്ന് കറങ്ങാൻ പോയല്ലോ പിന്നെ വൈകിട്ട്? അല്ലാണ്ട്. ഓക്കെ. വാ. എത്ര വേഗാടോ ഈ 1.5 വർഷം കടന്നുപോയത്. സത്യത്തിൽ ഇന്നലെ ഞാനും കൂടി അത് ഓർത്തേ ഉള്ളൂ. നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയോണ്ട് മാത്ര ഇത്ര വർക്ക് പ്രഷറും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ ഈ കമ്പനിയിൽ പിടിച്ചു തന്നെ. അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ വിട്ടേനെ. കണ്ട അന്നോട്ട് ഇന്ന് വരെ എൻ്റെ വൈബിന് പറ്റിയ ഒരാളെ കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം നെക്സ്റ്റ് ഫ്രൈഡേയാ കമ്പനിയിൽ എൻ്റെ ലാസ്റ്റ് ഡേ. 2 ദിവസം കഴിഞ്ഞ് റൂമും വെക്കേറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക്. 1 മാസം കഴിഞ്ഞാൽ നേരെ കല്യാണം. പിന്നെ പുതിയ ജീവിതം, തിരക്ക്, അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. ഉം. സത്യത്തിൽ നമ്മൾ ഒരുമിച്ചുള്ള സമയം വേഗം പോയതുപോലെ തോന്നിയില്ലേ? ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്നുകൂടി നമുക്കിവിടെ എല്ലാം കറങ്ങണം. നമ്മളെല്ലാ ഫേവറേറ്റ് സ്പോട്ടും കവർ ചെയ്യണം. എന്നാ പോട്ടെ മോനെ, എൻ്റെ റൂംമേറ്റ്സിന് ട്രീറ്റ് കൊടുക്കാണ്ട്. അവരെ ഒന്ന് സെറ്റിൽ ചെയ്ത് കളയട്ടെ. ബൈ. ബൈ. നെക്സ്റ്റ് ഫ്രൈഡേ കമ്പനിയിൽ എൻ്റെ ലാസ്റ്റ് ഡേ. രണ്ട് ദിവസം കഴിഞ്ഞ് റൂമും വെക്കേറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക്. ഒരു മാസം കഴിഞ്ഞാൽ നേരെ കല്യാണം. ഹലോ, എന്താന്ന് ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്ക് വരാറുണ്ട്. അല്ല, ഓഫീസിലാണെങ്കിലും പുറത്താണെങ്കിലും എപ്പോഴും നേഹയെ കൂടെ കാണാറുണ്ട്. ഞങ്ങൾ കട്ട കമ്പനിയല്ലേ? പിന്നെ അന്ന് എന്നെ പ്രൊജക്ട് തീർക്കാൻ ഇഷാൻ ചെയ്ത ഹെൽപ്പ് കൊണ്ടാട്ടോ ഞാനിപ്പോഴും കമ്പനിയിൽ നിൽക്കുന്നേ. അത് ഞാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് നീ നല്ല സിൻസിയറാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ചില പ്രത്യേക താല്പര്യം മുൻനിർത്തി നിന്റെ ടീമിലുള്ള ചിലർ എല്ലാം നിന്റെ തലയിലിട്ട് നിന്നെ പെടുത്തുന്നു തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ജീവിത ചില ഘട്ടങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മളറിയാതെ നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വരും. അങ്ങനെ ഒരാളെ കണ്ടാൽ മതി. ഇക്കാലത്തും ഇങ്ങനെ നല്ല മനസ്സുള്ള ആൾക്കാരെ കാണാൻ പണിയാണ് കേട്ടോ. ഞാനൊക്കെ അങ്ങനത്തെ റെയർ പീസാണ് കേട്ടോ. ഓ, എന്നാ വാ നമുക്കൊന്ന് ഒരുമിച്ച് നടന്നാലോ അങ്ങോട്ട്? നമുക്ക് എടുക്കാം, വാ. സത്യത്തിൽ ഞാനൊരു കൺഫ്യൂഷനിലാണ്. എന്താണ്? അതായത് ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നു.
ആ ഇഷ്ടപ്പെടുന്ന ആള് എൻ്റെ നല്ല സുഹൃത്താണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തെ തുറന്നു പറഞ്ഞാൽ അത് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ഉം. ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും പോകുന്ന പേടിച്ച് ഉള്ളിലുള്ള ഇഷ്ടത്തിനെ തുറന്നു പറയാതെ പിടിച്ചു നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇനിയിപ്പോൾ പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാനുള്ളതാണെങ്കിൽ പോണ വഴിക്ക് വിടുന്നതാണോ നല്ലത്? വിട്ടുകളയേണ്ടതാണെങ്കിൽ പറഞ്ഞിട്ട് വിട്ടുകളയാം. അല്ലാത്തതാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ആള് നമ്മൾ മനസ്സിലാക്കുന്നവരെ കാത്തിരിക്കുക. പക്ഷേ കാത്തിരിക്കാൻ അധികം സമയമൊന്നുമില്ലെങ്കിലോ? കാലെന്താണോ കാത്തു വെച്ചെന്ന് നമുക്കറിയില്ലല്ലോ. എന്നാ കാലം ഒരു അത്ഭുതം കാത്തു വെക്കട്ടെ അല്ലേ? ഉം. ഒരു വാക്കും നൽകാതെ ഉള്ളം ചേർന്നില്ലേ, ഒരു നോട്ടം കൊണ്ടെൻ കൂട്ടായി പോന്നില്ലേ. ഒരു വാക്കും നൽകാതെ ഉള്ളം ചേർന്നില്ലേ, ഒരു നോട്ടം കൊണ്ടെൻ കൂട്ടായി പോന്നില്ലേ. ഈ കാലം തിരിയണ നേരം നമ്മിൽ നിറയണം ഓർമ്മകളെന്തും പടരണമീ തീ പോലെ. ഈ കാലം തിരിയണ നേരം നമ്മിൽ നിറയണം ഓർമ്മകളെന്നും പടരണമീ തീ പോലെ. കാലങ്ങൾ പെയ്തൊഴിയുമ്പോൾ മനതാരിൽ ഓർമ്മകളായി വിരിയുന്നു പൊൻവസന്തകാലം. കാലങ്ങൾ പെയ്തൊഴിയുമ്പോൾ മനതാരിൽ ഓർമ്മകളായി വിരിയുന്നു പൊൻവസന്തകാലം. കഴിഞ്ഞ കാലങ്ങൾ നമ്മിലൊന്നായി മധുരമൂറുന്നൊരോർമ്മ പോലെ. കഴിഞ്ഞ കാലങ്ങൾ നമ്മിലൊന്നായി മധുരമൂറുന്നൊരോർമ്മ പോലെ. കാതോരം ചൊല്ലാൻ കാത്തു നിന്നിടാ. അകലാതെ നീ അണയാതെ
എൻ കനവോരം കൂടെ വേണം. അകലാതെ നീ അണയാതെ എൻ കനവോരം കൂടെ വേണം. നിന്നോരം ചെന്നീരം വന്നീരം വന്നൊരു നാൾ ഇന്നോളം നല്ലോണം പോയല്ലോ നല്ലൊരു നാടുകൾ. നിന്നോരം ചെന്നീരം വന്നീരം വന്നൊരു നാൾ ഇന്നോളം നല്ലോണം പോയല്ലോ നല്ലൊരു നാടുകൾ. ഈ കാലം തിരിയണ നേരം നമ്മിൽ നിറയണം ഓർമ്മകൾ എന്നും പടരണമീ തീ പോലെ. ഈ കാലം തിരിയണ നേരം നമ്മിൽ നിറയണം ഓർമ്മകൾ എന്നും പടരണമീ തീ പോലെ. നീ വീട്ടിലെത്തിയപാട് വിളിക്കട്ടോ. ശരി എന്നാൽ. കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. ഉം, നേഹയുടെ കല്യാണം ഒഴിവായെന്ന് കേട്ട്. ഉം. അവളുടെ പേരൻസ് അടുത്ത വീക്ക് ഇഷാന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ആരൊക്കെയോ ഓഫീസിൽ നിന്ന് പറയുന്നത് കേട്ട്. കാലം ഇടയ്ക്ക് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കില്ലേ? ഇടയ്ക്ക് നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മളറിയാതെ നമ്മളെ മനസ്സിൽ അത്ഭുതം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ മനസ്സുണ്ടല്ലോ, അതും റെയറാണ് കേട്ടോ.